അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അർസാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ബീഫ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാട്ടോ. ഇത് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് വെളുത്തുള്ളി, ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം, ഇത് രണ്ടും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. 2-3 പച്ചമുളക്, ഒരു ചെറിയ സവാള, ഒരു തക്കാളി. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങളെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഉലുവയും ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും ഉലുവയും ബീഫ് വെക്കുമ്പോൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ബീഫിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, സവാള, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് വേണ്ടവർ ചേർത്താൽ മതി കേട്ടോ. ഞാൻ ബീഫ് വെക്കുമ്പോൾ ചെറിയൊരു ഉരുളക്കിഴങ്ങ് എപ്പോഴും ഇടാറുണ്ട്. എനിക്കത് കുറച്ച് ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് മസാലപ്പൊടികളൊക്കെ എല്ലായിടത്തും എത്തുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വെന്ത് കിട്ടും. വെള്ളം ചേർത്താൽ പിന്നെ അത് വെന്ത് വരുമ്പോഴേക്കും ഒരുപാട് വെള്ളമാകും. പിന്നെ അത് വറ്റിച്ചെടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വരും. നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ്. ബീഫ് ഫ്രൈ ആക്കുക. അപ്പോൾ ഇതെല്ലാം നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാം. 2 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. പല കുക്കറിലും പല രീതിയിലായിരിക്കും വെന്ത് കിട്ടുന്നത്. 6 മിനിറ്റ് കൊണ്ടൊക്കെ വെന്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതായിട്ടുണ്ട്. വെള്ളമൊന്നും അധികമില്ല, കറക്റ്റ് വേവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി കൂടെ ഇട്ടെടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അധികം വെന്ത് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ആയാൽ മതി. ഇനി ഇതിലേക്കൊരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാനിത് തൂമ്പിച്ചെടുക്കുന്നത്. ബീഫ് മട്ടനൊക്കെ വെളിച്ചെണ്ണയിൽ തൂമ്പിച്ചെടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. എപ്പോഴും പറയുന്ന പോലെ തന്നെ മസാലപ്പൊടികൾ ഇടുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കണം. മസാലപ്പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി മസാലപ്പൊടിയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതായിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലേക്ക് ബീഫ് ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. ചിലരൊന്നും ബീഫ് വെക്കുമ്പോൾ ഉലുവ ഇടാറില്ല. അപ്പോൾ ഉലുവ ഇടാതെ വെക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഉലുവ ഇട്ടിട്ടൊന്ന് വെച്ച് നോക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ബീഫിന്. എല്ലാം ശരിക്കും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഉള്ളിയും തക്കാളിയൊക്കെ എല്ലായിടത്തും ഒരുപോലെ ആയിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലുള്ള വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരണം.
ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇത് നല്ലോണം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇട്ടെടുത്താൽ ഇറച്ചിൻ്റെ ഇടയിൽ ഇങ്ങനെ തേങ്ങ കടിക്കുമ്പോൾ രസമായിരിക്കും. ഞാനിപ്പോൾ ഇതിൽ ഇട്ടെടുക്കണില്ല കേട്ടോ. ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ബീഫൊക്കെ ആകുമ്പോൾ ഇതുപോലെ പൊരിഞ്ഞ് കിട്ടണം. അതായിരിക്കും കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഒരു ഓൾ എന്നുള്ള ഓപ്ഷൻ വരും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. Thanks for watching.